ഇന്ന് സെപ്റ്റംബർ 5 മലയാളം സിനിമകളുടേതടക്കം ഈ ആഴ്ചത്തെ OTT അപ്ഡേറ്റുകളും പ്രധാനപ്പെട്ട OTT അപ്ഡേറ്റുകളുമാണ് വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ അപ്ഡേറ്റ് മലയാളം ഡബ്ഡ് തെലുങ്ക് സിനിമയാണ്. ഐസ്മാർട്ട് ശങ്കർ എന്ന തിയേറ്ററിൽ വിജയിച്ച സിനിമയുടെ രണ്ടാം ഭാഗമായ ഡബിൾ ഐസ്മാർട്ട് എന്ന മോശം അഭിപ്രായങ്ങൾ നേടി തിയേറ്ററിൽ പരാജയപ്പെട്ട ആക്ഷൻ സയൻസ് ഫിക്ഷൻ സിനിമ ഇന്ന് ആമസോൺ പ്രൈമിലൂടെ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളിൽ OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. അടുത്തതും ഒരു മലയാളം ഡബ്ഡ് തമിഴ് സിനിമയാണ്. വിജയ്, കനിഷ്ക, ശരത് കുമാർ, ഗൗതം വാസുദേവ് മേനോൻ എന്നിവരൊക്കെ കേന്ദ്ര കഥാപാത്രമെത്തുന്ന ഈ വർഷം തിയേറ്ററിലേക്ക് എത്തിയ ഇൻവെസ്റ്റിഗേഷൻ ക്രൈം ആക്ഷൻ ത്രില്ലർ സിനിമ വരുന്ന ശനിയാഴ്ച സെപ്റ്റംബർ 7 രാത്രി 7 മണിയോടെ കൈരളി ടിവിയിലൂടെ മലയാളം ഭാഷയിൽ സംപ്രേഷണം ചെയ്യുന്നതാണ്. ശേഷം സിനിമയുടെ HD പതിപ്പ് ലഭ്യമാകുന്നതാണ്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ അപ്ഡേറ്റ് ആയിരുന്നു ഭഗവാൻ ദാസിന്റെ രാമരാജ്യം എന്ന തിയേറ്ററിൽ പരാജയപ്പെട്ട പൊളിറ്റിക്കൽ ഡ്രാമ മലയാളം സിനിമ ഇന്ന് OTT റിലീസ് ചെയ്യുമെന്ന്. പറഞ്ഞതുപോലെ സിനിമ ഇന്ന് ആമസോൺ പ്രൈമിലൂടെ മലയാളം ഭാഷയിൽ മാത്രം OTT റിലീസ് ചെയ്തിട്ടുണ്ട്. നെറ്റ്ഫ്ലിക്സിന്റെ എങ്ങും മികച്ച റെസ്പോൺസ് നേടിയ കൊറിയൻ സർവൈവൽ ക്രൈം ത്രില്ലർ സീരീസ് ആണ് സ്ക്വിഡ് ഗെയിം. സീരീസിന്റെ രണ്ടാമത്തെ സീസൺ ഈ വർഷം ഡിസംബർ 26 നെറ്റ്ഫ്ലിക്സിലൂടെ കൊറിയൻ ഭാഷയ്ക്ക് പുറമെ മൾട്ടി ലാംഗ്വേജസിൽ OTT റിലീസ് ചെയ്യുന്നതാണ്. സീരീസിന്റെ റിലീസ് ഡേറ്റ് നെറ്റ്ഫ്ലിക്സ് ഒഫീഷ്യലി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശേഷം സീരീസിന്റെ മൂന്നാമത്തെ സീസൺ അടുത്ത വർഷം 2025 പകുതിയോടെ OTT റിലീസ് ചെയ്യുന്നതാണ്. അനന്യ പാണ്ഡി നായികയാകുന്ന ബോളിവുഡ് കോമഡി ഡ്രാമ സീരീസ് ആണ് കാൾ മീ ബേയ്. ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ആമസോൺ പ്രൈമിലൂടെ സീരീസ് ഹിന്ദി ഭാഷയിൽ OTT റിലീസ് ചെയ്യുന്നതാണ്. മറ്റ് ഭാഷകളിലുള്ള OTT റിലീസിനെ കുറിച്ച് ഒഫീഷ്യൽ പ്രഖ്യാപനം വന്നിട്ടില്ല. ഹിന്ദി ഭാഷയ്ക്ക് പുറമെ മലയാളം പോലെയുള്ള മറ്റ് ഇന്ത്യൻ ഭാഷകളിൽ കൂടി OTT റിലീസ് പ്രതീക്ഷിക്കാവുന്നത് മാത്രമാണ്. വിനീത് കുമാറിന്റെ സംവിധാനത്തിൽ ദിലീപ് നിർമ്മിച്ച് ദിലീപ് തന്നെ നായകനായ പവി കെയർടേക്കർ എന്ന അവറേജ് അഭിപ്രായം നേടി ഭേദപ്പെട്ട കളക്ഷൻ നേടിയ റൊമാന്റിക് കോമഡി ഫാമിലി ഡ്രാമ മലയാളം സിനിമ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം സെപ്റ്റംബർ 6 മനോരമ മാക്സിലൂടെയും സിംപ്ലി സൗത്തിലൂടെയും മലയാളം ഭാഷയിൽ OTT റിലീസ് ചെയ്യുന്നതാണ്. അടുത്തതും മലയാളം സിനിമയാണ് ആഡിയോസ് അമിഗോ എന്ന മികച്ച അഭിപ്രായങ്ങൾ നേടി ഡീസന്റ് കളക്ഷൻ നേടിയ കോമഡി സിനിമ. സെപ്റ്റംബർ 6 ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം നെറ്റ്ഫ്ലിക്സിലൂടെ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളിലും സിംപ്ലി സൗത്തിലൂടെ മലയാളം ഭാഷയിലും സിനിമ OTT റിലീസ് ചെയ്യുന്നതാണ്. നേരത്തെ ആമസോൺ പ്രൈമിലൂടെ OTT റിലീസ് ചെയ്യുമെന്ന് അൺഒഫീഷ്യൽ റിപ്പോർട്ട് ഉണ്ടായിരുന്ന സിനിമയായിരുന്നു ലെവൽ ക്രോസ്. എന്നാൽ ഇപ്പം ഇതാ സിനിമ ആമസോൺ പ്രൈമിലൂടെ OTT റിലീസ് ചെയ്യുമെന്ന കാര്യം ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. സിനിമയുടെ OTT റിലീസ് 2 ആഴ്ചക്കുള്ളിൽ എപ്പം വേണമെങ്കിലും പ്രതീക്ഷിക്കാവുന്നതാണ്. കഴിഞ്ഞ വർഷം തിയേറ്ററിൽ റിലീസ് ചെയ്ത പുലിയാട്ടം എന്ന ഡ്രാമാറ്റിക് മലയാളം സിനിമ ആമസോൺ പ്രൈമിലൂടെ ഈ ആഴ്ച OTT റിലീസ് ചെയ്തിട്ടുണ്ട്. നകുൽ തമ്പി നായകനാകുന്ന ഈ വർഷം തിയേറ്ററിലേക്ക് എത്തിയ ഫാന്റസി കോമഡി തമിഴ് സിനിമയാണ് വാസ്കോഡ ഗാമ. സിനിമ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ആഹാ തമിഴിലൂടെ തമിഴ് ഭാഷയിൽ OTT റിലീസ് ചെയ്യുന്നതാണ്. പോസിറ്റീവ് അഭിപ്രായങ്ങൾ നേടി തിയേറ്ററിൽ വിജയിച്ച തമിഴ് ഹൊറർ ത്രില്ലർ സിനിമയാണ് ഡിമോണ്ട് കോളനി 2. പുറത്തുവരുന്ന റിപ്പോർട്ട് പ്രകാരം ZEE5 OTT അവകാശങ്ങൾ സ്വന്തമാക്കിയ സിനിമ സെപ്റ്റംബർ അവസാനത്തോടു കൂടി OTT റിലീസ് ചെയ്യുന്നതാണ്. ഹോളിവുഡ് വെഞ്ചൻസ് ആക്ഷൻ ത്രില്ലർ സിനിമയാണ് ഹൗൺസ് ഓഫ് വാർ. ഫ്രാങ്ക് ഗ്രിലോ നായകനാകുന്ന ഈ സിനിമ നാളെ സെപ്റ്റംബർ 6 VOD അല്ലെങ്കിൽ ഡിജിറ്റൽ റിലീസ് ചെയ്യുമെന്നാണ് റിപ്പോർട്ട്. ഇംഗ്ലീഷ് ആക്ഷൻ ക്രൈം ഡ്രാമ സീരീസ് ആണ് ഫൈറ്റ് നൈറ്റ്. സീരീസ് നാളെ സെപ്റ്റംബർ 6 പീകോക്കിലൂടെയും ജിയോ സിനിമാസിലൂടെയും ഇംഗ്ലീഷ് ഭാഷയിൽ OTT റിലീസ് ചെയ്യുന്നതാണ്. അടുത്തതും ഒരു ഹോളിവുഡ് സീരീസ് ആണ്. നിക്കോൾ കിഡ്മാൻ കേന്ദ്ര കഥാപാത്രമെത്തുന്ന ദ പെർഫെക്റ്റ് കപ്പിൾ എന്ന ക്രൈം മിസ്റ്ററി ത്രില്ലർ ഡ്രാമ സീരീസിന്റെ എല്ലാ 6 എപ്പിസോഡുകളും ഇന്ന് നെറ്റ്ഫ്ലിക്സിലൂടെ തമിഴ്, തെലുങ്ക്, ഹിന്ദി, ഇംഗ്ലീഷ് ഭാഷകളിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. റിബൽ റിഡ്ജ് എന്ന ഹോളിവുഡ് ആക്ഷൻ ക്രൈം മിസ്റ്ററി ത്രില്ലർ ഡ്രാമ സിനിമ നാളെ ഉച്ചയ്ക്ക് 1:30 അതിനു മുന്നേയോ ആയിട്ട് നെറ്റ്ഫ്ലിക്സിലൂടെ ഇംഗ്ലീഷ്, തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളിൽ OTT റിലീസ് ചെയ്യുന്നതാണ്. റിതേഷ് ദേശ്മുഖും ഫർദീൻ ഖാനും കേന്ദ്ര കഥാപാത്രമെത്തുന്ന ഡയറക്റ്റ് OTT ഹിന്ദി ക്രൈം ത്രില്ലർ സിനിമയാണ് വിസ്ഫോട്ട്. സെപ്റ്റംബർ 6 OTT റിലീസ് ചെയ്യേണ്ടിയിരുന്ന സിനിമ ഇപ്പം ജിയോ സിനിമാസിലൂടെ തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. തനാവ് എന്ന ഹിന്ദി ആക്ഷൻ ക്രൈം ത്രില്ലർ സീരീസിന്റെ രണ്ടാമത്തെ സീസൺ ഇന്ന് രാത്രിയോടുകൂടി സോണി ലിവിലൂടെ ഹിന്ദി ഭാഷയിൽ OTT റിലീസ് ചെയ്യുന്നതാണ്. നേരത്തെ ആമസോൺ പ്രൈമിലൂടെ ഓവർസീസിൽ OTT റിലീസ് ചെയ്ത മികച്ച അഭിപ്രായങ്ങൾ നേടിയ ഹിന്ദി ആക്ഷൻ സിനിമയാണ് കില്ല്. സിനിമ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം സെപ്റ്റംബർ 6 ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ ഇന്ത്യക്കകത്ത് OTT റിലീസ് ചെയ്യുന്നതാണ്. ഹിന്ദി ഭാഷ കൂടാതെ മറ്റ് ഭാഷകളിലുള്ള OTT റിലീസിനെ കുറിച്ച് റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ല. മലയാളം ഭാഷയിലുള്ള OTT റിലീസ് പ്രതീക്ഷിക്കാവുന്നത് മാത്രമാണ്. കഴിഞ്ഞ വർഷം റിലീസ് ചെയ്ത സ്പാനിഷ് സൂപ്പർ നാച്ചുറൽ ഹൊറർ സിനിമയാണ് ദ ചാപ്പൽ. സിനിമ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ബുക്ക് മൈ ഷോ സ്ട്രീമിലൂടെ സെപ്റ്റംബർ 6 തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളിലും കൂടെ OTT റിലീസ് ചെയ്യുന്നതാണ്. 2022 റിലീസ് ചെയ്ത നോർവേൻ വാർ ത്രില്ലർ സിനിമയാണ് ഗോൾഡ് റൺ. സിനിമ നാളെ സെപ്റ്റംബർ 6 VR OTTയിലൂടെ നോർവേൻ ഭാഷയ്ക്ക് പുറമെ തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളിലും കൂടെ OTT റിലീസ് ചെയ്യും. ടെൽ മീ ലൈസ് എന്ന ഇംഗ്ലീഷ് ഡ്രാമാറ്റിക് സീരീസിന്റെ രണ്ടാമത്തെ സീസന്റെ ആദ്യ 2 എപ്പിസോഡ് ഇപ്പോൾ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെയും ഹുളു പ്ലാറ്റ്ഫോമിലൂടെയും ഇംഗ്ലീഷ് ഭാഷയിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. ബാക്കി 6 എപ്പിസോഡുകൾ എല്ലാ ബുധനാഴ്ചയും ഓരോന്നായിട്ട് OTT റിലീസ് ചെയ്യും. അടുത്തതും ഹോളിവുഡ് സീരീസ് ആണ്. കോമഡി ഗണത്തിൽപ്പെടുന്ന ഇംഗ്ലീഷ് ടീച്ചർ എന്ന 8 എപ്പിസോഡുകളുള്ള സീരീസിന്റെ ആദ്യ 2 എപ്പിസോഡ് ഇപ്പോൾ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ
ചാനലിലൂടെയും ഹുളു പ്ലാറ്റ്ഫോമിലൂടെയും ഇംഗ്ലീഷ് ഭാഷയിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. ബാക്കി എപ്പിസോഡുകൾ ഓരോ തിങ്കളാഴ്ചകളിലും ഓരോന്നായിട്ട് OTT റിലീസ് ചെയ്യുന്നതാണ്. സ്ലോ ഹോഴ്സസ് എന്ന ഇംഗ്ലീഷ് സസ്പെൻസ് ത്രില്ലർ സീരീസിന്റെ 4ാമത്തെ സീസന്റെ ആദ്യ 2 എപ്പിസോഡ് ഇന്നലെ ആപ്പിൾ TV പ്ലസിലൂടെ ഇംഗ്ലീഷ് ഭാഷയിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. സീരീസിന്റെ ബാക്കി 4 എപ്പിസോഡുകൾ വരുന്ന ബുധനാഴ്ചകളിൽ OTT റിലീസ് ചെയ്യും. നിന്ദ എന്ന തെലുങ്ക് ത്രില്ലർ ഡ്രാമ സിനിമ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ETV വിനിലൂടെ സെപ്റ്റംബർ 6 തീയതി തെലുങ്ക് ഭാഷയിൽ OTT റിലീസ് ചെയ്യും. സിംബ എന്ന തെലുങ്ക് ക്രൈം ത്രില്ലർ സിനിമയും ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം സെപ്റ്റംബർ 6 തീയതി ആഹാ പ്ലാറ്റ്ഫോമിലൂടെ തെലുങ്ക് ഭാഷയിൽ OTT റിലീസ് ചെയ്യും. കഴിഞ്ഞ ആഴ്ച ആമസോൺ പ്രൈമിലൂടെ ഹിന്ദി ഭാഷയിൽ OTT റിലീസ് ചെയ്ത ബേഡ് ന്യൂസ് എന്ന സിനിമയിൽ അഭിനയിച്ച അമി വീർക്ക് നായകനാകുന്ന പഞ്ചാബി സിനിമയാണ് കൊടി ഹരിയാനെ വാൽദി സോന ബജ്വ കൂടി നായികയായെത്തുന്ന തിയേറ്ററിൽ വിജയിച്ച് മികച്ച റെസ്പോൺസ് നേടിയ ഈ റൊമാന്റിക് കോമഡി സിനിമ ഇന്ന് ചൗപ്പൽ OTTയിലൂടെ പഞ്ചാബി ഭാഷയിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. അർജുൻ കപൂർ നായകനാകുന്ന കഴിഞ്ഞ വർഷം തിയേറ്ററിലേക്ക് എത്തിയ മോശം അഭിപ്രായങ്ങൾ നേടി ബോക്സ് ഓഫീസിൽ വലിയ പരാജയം ഏറ്റുവാങ്ങിയ ക്രൈം ത്രില്ലർ ബോളിവുഡ് സിനിമയാണ് ദ ലേഡി കില്ലർ. സിനിമ ഇപ്പോൾ യൂട്യൂബിലൂടെ ടി സീരീസ് ചാനലിൽ ഹിന്ദി ഭാഷയിൽ റിലീസ് ചെയ്തിട്ടുണ്ട്. യോഗി ബാബു നായകനാകുന്ന ദ ബോട്ട് എന്ന തമിഴ് സിനിമ ടെന്റ് കോട്ടയിലൂടെയും സിംപ്ലി സൗത്തിലൂടെയും തമിഴ് ഭാഷയിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. തെലുങ്ക് ആക്ഷൻ ഡ്രാമ സിനിമയാണ് ശിവം ബജെ. സിനിമ ഇപ്പോൾ ആഹാ തെലുങ്കിലൂടെയും ആമസോൺ പ്രൈമിലൂടെയും തെലുങ്ക് ഭാഷയിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്തത് ഒരു കന്നഡ മെഡിക്കൽ സിനിമയാണ് സ്കാം 1770. സിനിമ ഇപ്പം മുതൽ ആമസോൺ പ്രൈമിലൂടെ കന്നഡ ഭാഷയിൽ കാണാവുന്നതാണ്. അടുത്തത് ഇന്ത്യൻ ഭാഷകളിൽ ഡബ് ചെയ്യപ്പെട്ട കൊറിയൻ സിനിമ സീരീസുകളുടെ അപ്ഡേറ്റ് ആണ്. 2022 റിലീസ് ചെയ്ത ദ ഗോസ്റ്റ് സ്റ്റേഷൻ എന്ന മിസ്റ്ററി ഹൊറർ കൊറിയൻ സിനിമ ഇപ്പം ഹിന്ദി തമിഴ് ഭാഷകളിൽ ജിയോ സിനിമാസിലൂടെ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. ഹീലർ എന്ന 2014 റിലീസ് ചെയ്ത റൊമാന്റിക് ഡ്രാമ കൊറിയൻ സീരീസിന്റെ 1ാമത്തെ സീസന്റെ എല്ലാ 20 എപ്പിസോഡുകളും ഇപ്പം ജിയോ സിനിമാസിലൂടെ ഹിന്ദി ഭാഷയിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. 2021 റിലീസ് ചെയ്ത റൊമാന്റിക് കൊറിയൻ സീരീസ് ആണ് മൂൺ ഷൈൻ. സീരീസിന്റെ 1ാമത്തെ സീസന്റെ എല്ലാ 16 എപ്പിസോഡുകളും ഇപ്പം ഹിന്ദി ഭാഷയിൽ ജിയോ സിനിമാസിലൂടെ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. ദ ഗോസ്റ്റ് ഡിറ്റക്റ്റീവ് എന്ന 2018 മിസ്റ്ററി കൊറിയൻ സീരീസിന്റെ 1ാമത്തെ സീസന്റെ എല്ലാ 16 എപ്പിസോഡുകളും ഇപ്പം ജിയോ സിനിമാസിലൂടെ ഹിന്ദി ഭാഷയിൽ OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. ഡാലി ആൻഡ് കോക്കി പ്രിൻസ് എന്ന 2021 റിലീസ് ചെയ്ത റൊമാന്റിക് കോമഡി ഡ്രാമ കൊറിയൻ സീരീസും ഇപ്പം ജിയോ സിനിമാസിലൂടെ ഹിന്ദി ഭാഷയിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. സീരീസ് മൊത്തത്തിൽ 16 എപ്പിസോഡാണ് ഉള്ളത്. മണി ഫ്ലവർ എന്ന 2017 റൊമാന്റിക് ഡ്രാമ കൊറിയൻ സീരീസിന്റെ എല്ലാ 24 എപ്പിസോഡുകളും സ്വിച്ച് എന്ന 2018 മിസ്റ്ററി ഡ്രാമ കൊറിയൻ സീരീസിന്റെ 16 എപ്പിസോഡുകളും ദ ടൈം എന്ന 2018 മെലോ ഡ്രാമ കൊറിയൻ സീരീസിന്റെ 16 എപ്പിസോഡുകളും ഇപ്പം മുതൽ ആമസോൺ പ്രൈമിലൂടെയും ആമസോൺ മിനി ടിവിയിലൂടെയും തമിഴ് തെലുങ്ക് ഹിന്ദി കൊറിയൻ ഭാഷകളിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. 2018 ഇറങ്ങിയ ടീൻ ഡ്രാമ കൊറിയൻ സിനിമയാണ് സ്റ്റുഡന്റ് എ. സിനിമ ഇപ്പം ആമസോൺ പ്രൈമിലൂടെയും ആമസോൺ മിനി ടിവിയിലൂടെയും തമിഴ് തെലുങ്ക് ഹിന്ദി കൊറിയൻ ഭാഷകളിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. ബ്ലാക്ക് ഔട്ട് എന്ന സൈക്കോളജിക്കൽ ക്രൈം ത്രില്ലർ സീരീസിന്റെ ഇംഗ്ലീഷ് ഡബ്ഡ് വേർഷൻ ഇപ്പം ഹുളു പ്ലാറ്റ്ഫോമിലൂടെ വിദേശ രാജ്യത്ത് OTT റിലീസ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷം റിലീസ് ചെയ്ത ഫിറങ് എന്ന ഫ്രഞ്ച് ആക്ഷൻ ത്രില്ലർ ഡ്രാമ സിനിമ ഫ്രഞ്ച് ഭാഷയ്ക്ക് പുറമെ ഇംഗ്ലീഷ് ഹിന്ദി തമിഴ് ഭാഷകളിലും കൂടെ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. 2021 ചൈനീസ് ആക്ഷൻ അഡ്വഞ്ചർ ഫാന്റസി മിസ്റ്ററി ത്രില്ലർ സിനിമയാണ് ദ ഡ്രാഗൺ പേൾ. സിനിമ ഇപ്പം തമിഴ് തെലുങ്ക് ഹിന്ദി ചൈനീസ് ഭാഷകളിൽ ആമസോൺ പ്രൈമിലൂടെയും ആമസോൺ മിനി ടിവിയിലൂടെയും OTT റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്തത് ഒരു ഇറ്റാലിയൻ സിനിമയാണ് കഴിഞ്ഞ വർഷം റിലീസ് ചെയ്ത ദ വെൽ എന്ന ഹൊറർ മിസ്റ്ററി ത്രില്ലർ സിനിമ ഇപ്പം മുതൽ ആമസോൺ പ്രൈമിലൂടെ റെന്റ് ഓപ്ഷനിൽ ഹിന്ദി ഇംഗ്ലീഷ് ഭാഷകളിൽ കാണാവുന്നതാണ്.